ഉണ്ടാക്കാൻ പോണി ഞാനും നിക്കണ്ട. നിങ്ങൾ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നിന്നോളി. ടേസ്റ്റ് ഒന്നും വേണ്ട. എന്നാ നമ്മൾ ഉണ്ടാക്കണതിന്റെ പേരൊന്നും കൂടി ആഫ്രിക്കൻ ഫൂഫു. അപ്പൊ ആഫ്രിക്കൻ ഫൂഫു ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ കുറച്ചാണ്ട് കൊടുത്തേക്കണോ? വേണ്ടല്ലേ, ആരംഭത്തിൽ അപമാനം. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ആഫ്രിക്കൻ ഫൂഫു ഉണ്ടാക്കാൻ പോണത് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ്. മധുരക്കിഴങ്ങ് നമ്മള് ലൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മള് ബോയിൽ ചെയ്യാണ്. ഓയിലിട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് എടുത്തിട്ട് ഇത് സ്മാഷ് ചെയ്യും. നല്ല ഇടിച്ച് പൊടിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ വഴറ്റുക. അങ്ങനെ ലാസ്റ്റ് ഇതൊരു തളർപ്പല്ലി ഇത് തുടങ്ങട്ടെ, ഒരു ഉണ്ട പോലെ ആവും. ആ ഉണ്ടയാണ് നമ്മള് പച്ചക്കറി ഈ ചിക്കൻ കറിക്ക് കൂട്ടി ഇങ്ങനെ കഴിക്കേണ്ടത്. ആഫ്രിക്കക്കാരെ കാര്യം ഓൾക്ക് ഭയങ്കര ഉറപ്പല്ലേ, അതിന്റെ റീസൺ ഇതാണ്. നമുക്ക് ആ ഉറപ്പിട്ടാനാണ്. അല്ലാതെ ഒന്നും കിട്ടൂല. ഇതിന്റെ റൈസിങ് സ്റ്റിയറിംഗ് ഉള്ള മിക്സിയാ, ആക്സിലേറ്റർ. സ്ട്രോബെറി ഫൂഫു. സ്ട്രോബെറി ഫൂഫാണ് ഉണ്ടാക്കിട്ട് ഇതിന് പൊട്ട് തിന്നലാ. അല്ല ഇനിയിപ്പോ ആണോ? ഇതെന്താ മധുരക്കിഴങ്ങ് ജ്യൂസാ? ഫുൾ ഒഴിക്കാൻ കുറച്ച് പഞ്ചസാര. ഇതല്ല തടപ്പ്, ഇതല്ല ഇതിന്റെ അടപ്പ്. മധുരക്കിഴങ്ങ് ജ്യൂസ് ആക്കല്ലേ? തിക്നെസ് കണ്ടോ? ആ ഫ്ലേവർ മണം കിട്ടുന്നുണ്ടോ? തിന്നുമ്പോ തിരക്കരുത് കേട്ടോ. നമ്മള് റെഡി ആക്കിയ ചക്കരക്കിഴങ്ങ് ഇതാ ഫൂഫു, നമ്മുടെ എല്ലാവരും കഴിക്കാൻ കൊതിച്ചെടുക്കുന്ന കസാവ ഫൂഫു അതിന്റെ അവസാന ലാപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാനാണ് നമ്മളോട് ആര് പറഞ്ഞത്? യൂട്യൂബ് താത്ത പറഞ്ഞിരിക്കുന്നത്. നല്ല മണമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തറിയാ, ഇത് ഇളക്കി ലാസ്റ്റ് ഒരു ചേരട്ടിരുന്ന് ഞാൻ നൂറി ചേരട്ടിട്ട് ഞാൻ ഇളക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നൂറിളക്കും. ബാൻഡിൽ വെച്ചാൽ നമ്മൾ സെർവ് ചെയ്യാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതെങ്ങനെ ഫുള്ള് എടുക്കാൻ പറ്റുക? കുറച്ച് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഓഫാക്കാം. അപ്പൊ ആരെ തൊറ്റ? മച്ചാനെ മറക്കല്ലേ, മനുഷ്യൻ വെച്ച മണ്ണല്ലേ, മനസ്സ് മുഴുവൻ പുണ്ണല്ലേ, കയ്യിൽ ഫൂഫല്ലേ. അത് വെള്ളത്തിലിടട്ടെ. നല്ല ഇത് ലൗച്ചിനം പോലെ ഷേപ്പിലുണ്ടാക്കാം. കുതിരളവ് നോക്കി ആഫ്രിക്കൻ ഫുഫു നമ്മളിതാ ടേസ്റ്റിംഗ് സെഷൻ ആരംഭിക്കാണ്. അപ്പം ഫുഫു ഇതെങ്ങനെയുണ്ട്? ഫുള്ള് തിന്നിട്ട് പറയും. പൊളി സാധനം. എന്താ ടേസ്റ്റ്? എന്തിന്റെ ടേസ്റ്റ് ഉള്ളത്? ചക്കരക്കിഴങ്ങ് ചുട്ടാ പിന്നെ കുനാഫന്റെ ടേസ്റ്റ് വരും. എന്നാ കറി കൂട്ടുന്ന ഫൂഫു ഡിഫറെന്റ് സ്റ്റൈലിൽ ടേസ്റ്റ് ചെയ്യാൻ പോണിച്ചു. ഇറച്ചിക്കറിയോട് കൂടി അങ്ങനെ എന്നാ കുറച്ചുകൂടി ഇട്ടോന്നാ. ഫൂഫു നൂറ ഒരു കയ്യിൽ ഫൂഫു തിന്നതാണ്. ഉമ്മച്ചി ഒരു ഫൂഫു തിന്ന് നോക്കി. തിന്ന് എല്ലാരും പായല്ലേ വെള്ള. എങ്ങനെയുണ്ട്? പൈനാപ്പിൾ ജ്യൂസ് കച്ചാറിട്ട് തിന്നു.
ചക്കരക്കിഴങ്ങ് എല്ലാ ദിവസവും പുഴുങ്ങി ജിംഷാ ഞാനത് തിന്നില്ലല്ലോ, ജിംഷാ നമ്മൾ ട്രൈ ചെയ്യില്ല. നോക്കാം, എല്ലാ ദിവസവും ചക്കരക്കിഴങ്ങ് പുഴുങ്ങി തിന്നുന്ന ആളാണ് ഞാനും ഉപ്പി. രാവിലത്തെ ഞങ്ങളെ ചായക്കടി അതാ ചക്കരക്കിഴങ്ങ് പുഴുങ്ങി തമ്മി. ഓ പക്ഷെ എങ്ങനെ പൊടിയാക്കി ഞങ്ങക്ക് തരണ്ടില്ലേ ഇനി? എൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഹരീഫ് എങ്ങനെയുണ്ട്? നിക്ക് കറി വെച്ച് തിന്നു കുറച്ച് കറി വെച്ച് കഴിച്ചാ നോക്കട്ടെ. രസം അല്ലെങ്കിൽ ഇല്ല പറഞ്ഞോ. കാട്ടിക്കാച്ചൊക്കെ പാടും. പോണ് അപ്പൊ കുറച്ച് ഫൂഫു. ഓ ഇങ്ങനെ ചോദിച്ച് ഫൂഫു വാങ്ങി റിച്ചു. ഇഷ്ടപ്പെട്ടു അല്ലേ? നമ്മളെ ഇറച്ചയിലൊന്ന് കാണിച്ചു കൊടുത്താണ്. യന്ത്രൂഞ്ഞാലിന്റെ സീറ്റ് പോലെ ചെയ്തിരിക്കുന്നു. ടീം 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 ടീം. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയ ഈ ആഫ്രിക്കൻ കുൻഫു കുൻഫു അല്ലേ, എന്താണ് പറയാ, ഗോഫു. ഒരു വെറൈറ്റിയാണ് ഇന്നത്തെ ഡിഷ്. അതായത് തനതായ വായന്റെ വെട്ടിയിട്ടുള്ള ഡിഷാണ്. അതായത് ഒരു കൃത്രിമല്ല അതില്. നമ്മള് റീയൂസ് ചെയ്ത എണ്ണ അതല്ലെങ്കിൽ കൃത്രിമമായിട്ട് ആഡ് ഫ്ലേവേഴ്സോ ഒന്നുമില്ല. ഷുഗർ ഉള്ളവർക്ക് തികച്ചും നാച്ചുറൽ.